നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ശശി തരൂരിൻ്റെ ഒരു എസ്സേ ആണ്. അപ്പോൾ നമുക്ക് ശശി തരൂരിനെ അറിയാം, അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു ഓഥറാണ്, അതേപോലെ തന്നെ മിനിസ്റ്ററാണ്, അതേപോലെ തന്നെ പാർലമെൻറ്റ് മെമ്പറൊക്കെ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക, ഒട്ടും ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ല പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എന്താ പറയുക, അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പൊളിറ്റിക്സിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇൻട്രൊഡക്ഷൻ്റെ സെക്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഈ എസ്സേയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ടൈറ്റിൽ തന്നെ എന്താണ്, ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് എന്നാണ്. നിങ്ങളോട് വായിക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് എന്നാണ് ആ ടൈറ്റിലിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾക്കൊരു വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്തൊരു അപേക്ഷ പോലെ അല്ലെങ്കിൽ റിക്വസ്റ്റ് പോലെ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എസ്സേയിലുള്ളത്. എ വൊറേഷ്യസ് റീഡർ ഹിംസെൽഫ് ശശി തരൂർ മേക്സ് എ കമ്പല്ലിംഗ് പ്ലീ ഇൻ ഹിസ് എസ്സേ ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് ഫോർ റീക്ലെയിമിംഗ് ദ ഫോർഗോട്ടൺ പ്രാക്ടീസ് ഓഫ് സീരിയസ് റീഡിങ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോൾ കുറേയായിട്ട് സീരിയസ് റീഡിങ് എന്നുള്ളൊരു ശീലം നമ്മൾ മറന്നു പോയിരിക്കുന്നു. അതായത് ഒരു കാര്യം സീരിയസ് ആയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇരുന്ന് വായിക്കുക എന്ന് പറയില്ലേ, ആ ഒരു വായന നമ്മളെ മറന്നു പോയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം പോലെയാണ് ഈ ഒരു എസ്സേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഹി ലാമെന്റ്സ് ദ ഡിക്ലൈൻ ഇൻ ട്രഡീഷണൽ റീഡിംഗ് ഹാബിറ്റ്സ് എമംഗ് ദ യങ്ങർ ജനറേഷൻ ആൻഡ് ദ എൻഷുറിങ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള റീഡിങ്ങിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നാ പറഞ്ഞാൽ, ട്രഡീഷണൽ റീഡിങ് ഹാബിറ്റുകളൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വായിക്കണില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കണം, നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പരിണത ഫലങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് സീരിയസ് ആൻഡ് ഇൻഡെപ്ത് റീഡിംഗ് ഇസ് എസെൻഷ്യൽ ആൻഡ് ഇൻഡിസ്പെൻസിബിൾ ഫോർ നർച്ചറിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സസ്റ്റെയിനിങ് ഡെമോക്രസി. അപ്പോൾ നല്ല രീതിക്കുള്ള വായനാശീലം എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണെന്ന് അവലോകനം ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കഴിവിനും, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ജനാധിപത്യം, നമ്മൾ ഈ സമൂഹത്തിൽ ആരാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നൊക്കെയും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സീരിയസ് റീഡിങ് അല്ലെങ്കിൽ ആ ഒരു വായനാശീലം എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. തരൂർ ക്രിട്ടിക്സ് ദ ഷിഫ്റ്റ് ഫ്രം ഡീപ്പ് ഇമ്മേഴ്സീവ് റീഡിംഗ് ഓഫ് ബുക്സ് ടു ദ സൂപ്പർഫിഷ്യൽ കൺസംഷൻ ഓഫ് ഡിജിറ്റൽ കണ്ടന്റ് സച്ച് ആസ് ടെക്സ്റ്റ് മെസ്സേജസ് ആൻഡ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പറയണം, നമ്മൾ ശരിയാണ്, നമ്മൾ വായിക്കുന്നതൊക്കെയും എന്താണ്, ഈ ടെക്സ്റ്റ് മെസ്സേജസ് ആണ്, അല്ലെങ്കിൽ പോസ്റ്റുകളാണ്, റീലുകൾ, നമുക്കറിയാം. അത്തരത്തിലുള്ള പല സോഴ്സുകളും നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്ന അക്ഷരങ്ങൾ തന്നെയാണ്, വാക്കുകളാണ്, സെൻറ്റൻസുകളാണ്, നമ്മളതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക, ഡിജിറ്റൽ കണ്ടൻറ്റുകൾ, അത്തരത്തിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നതിനെയൊക്കെ അദ്ദേഹം ക്രിട്ടിക്ക് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്, അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുക കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതായത് അതാണ് നമുക്കൊരു ഉദാഹരണം. അതായത് ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ, വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വായിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ ഇതൊക്കെയും ഫോണിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ എന്ന ആ ഒരു ധാരണയെ കൂടെ പൊളിച്ചെഴുതുന്ന തരത്തിലാണ് അദ്ദേഹം ഈ എസ്സേയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. Whenever one stands up to decry the evident decline in reading, the defense comes back. അപ്പോൾ ഒരാൾ എന്താ പറയാണ്, ഇപ്പോഴത്തെ തലമുറ ഒന്നും വായിക്കണില്ല എന്നുള്ള രീതിക്ക് ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇല്ല അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഡിഫെൻസ് അപ്പോൾ തന്നെ വരും. എന്ത് പറഞ്ഞിട്ടാണ് വരുന്നത്, ദ യങ്ങർ ജനറേഷൻ ആർ റീഡിങ് ഓൾ ദ ടൈം. യങ്ങർ ജനറേഷൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദേ ആർ റീഡിങ് ഓൺ ദെയർ മൊബൈൽ ഫോൺസ് ആൻഡ് നോട്ട് ഇൻ ബുക്സ്. അത് അവർ വായിക്കുന്നത് പുസ്തകങ്ങളല്ല, ജസ്റ്റ് അവരുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് വായിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ പഴയ തലമുറയെക്കാട്ടിലും കൂടുതൽ യങ്ങർ ജനറേഷനാണ് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് പ്രിസൈസ്ലി ദ പ്രോബ്ലം. പക്ഷെ അതാണ് ശരിക്കുള്ള പ്രശ്നമെന്നാണ് അദ്ദേഹം പറയുന്നത്. മെനി ഇൻ ദ യങ്ങർ ജനറേഷൻ സീം ടു ബിലീവ് ദാറ്റ് ബുക്സ് ആർ ഓൺലി ഫോർ സ്കൂൾ റൂംസ് ആൻഡ് ഹോംവർക്ക് ആൻഡ് ദാറ്റ് വെൻ യു ആർ നോട്ട് സ്റ്റഡിയിങ് ദം ഇൻ ഓർഡർ ടു പാസ് എക്സാമിനേഷൻ ദേ ഹാവ് നോ അപ്പീൽ ഓർ വാല്യൂ ഇൻ ദെയർ ലൈഫ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ കുട്ടികളടുത്ത്, നിങ്ങൾക്ക് ബുക്സ് എന്ന് പറയുന്നൊരു ടേം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണ് ടെക്സ്റ്റ് ബുക്ക്. അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു യുവതലമുറയെ സംബന്ധിച്ചിട്ട് പുസ്തകം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വരുന്നൊരു സംഭവം അല്ലെങ്കിൽ ചിത്രം എന്ന് പറയുന്നത് അവരുടെ ടെക്സ്റ്റ് ബുക്കാണ്. അവർ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് അവരുടെ
മനസ്സിലുള്ള ബുക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവർക്ക് സ്കൂൾ റൂമിനും അതേപോലെ തന്നെ ഹോംവർക്കും ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു കാര്യം അവർക്ക് എന്തിനു മാത്രമേ വേണ്ടുള്ളൂ, ആ ഒരു എക്സാം ആ ഒരു സെമ്മ് പാസ്സാവാൻ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് ആ ഒരു 6 മാസ കാലഘട്ടത്തിലെ ബുക്സ് എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമ്മളിത് തൂക്കി വെക്കും. പിന്നെ നമുക്ക് ആ ബുക്കിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. ആ ഒരു എക്സാം പാസ്സാവുക എന്നതിലുപരിയായിട്ട് യാതൊരു വാല്യൂ അവരുടെ ലൈഫിൽ ബുക്ക് എന്ന് പറയുന്ന ടേമിൽ അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്ന വാക്കിന് കിട്ടുന്നതേ ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദേ ആർ റീഡിങ്. ശരിയാണ്, അവർ ഒന്ന് റീഡ് ചെയ്യുന്നില്ല. അവർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന യങ്ങർ ജനറേഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കുറച്ചും കൂടെ ഏജ്ഡ് ആയതുകൊണ്ടാണ് അവരെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദേ ആർ റീഡിങ്. അവർ വായിക്കുന്നുണ്ട്, ശരിയാണ്. അത് എന്തൊക്കെയാണ് വായിക്കണം? text messages, WhatsApp forwards and the like, and in the sense the reading they do digitally may cover as many words and so much text as my generation read in our analog era. ശരിയാണ്, അവർ വായിക്കുന്ന എന്തൊക്കെയാണ്? വാട്സപ്പ് ഫോർവേഡ്സ് വായിക്കുന്നുണ്ട്, അതേപോലെ പലതരത്തിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവർ വായിക്കുന്നുണ്ട്. അതിലൊക്കെയും അവർ കവർ ചെയ്യുന്നത് വാക്കുകൾ തന്നെയാണ്. പലതരത്തിലുള്ള വാക്കുകൾ, സെൻറ്റൻസുകൾ, പാരഗ്രാഫുകൾ ഒക്കെ അവർ വായിക്കുന്നുണ്ട്. ഒരു കാലത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകൾ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകങ്ങൾ ന്യൂസ് പേപ്പറും മാസികകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഉപരി വാക്കുകൾ ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെയും കണ്ടുപോകുന്നുണ്ട്. ബട്ട് ഈവൻ ഇഫ് ദ യങ് ഇൻ ദാറ്റ് സെൻസ് റീഡിങ് മോർ ദാൻ എവർ, ദേ ആർ ഓൾസോ റീഡിങ് റാപ്പിഡ്ലി. ഒരുപാട് വായിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം അവരെന്താ വളരെ റാപ്പിഡായിട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കെയർലെസ്ലി ആൻഡ് സൂപ്പർഫിഷ്യലി ആൻഡ് ദാറ്റ്സ് ഡേഞ്ചറസ്. യാതൊരു എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തന്നെ അറിയാം. നമ്മളൊരു പോസ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ എത്ര സെക്കൻഡ് കൊണ്ട്, വളരെ കുറച്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ എല്ലാ വാക്കുകളും വായിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പോസ്റ്റിലോട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകും. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെ റാപ്പിഡായിട്ട് ഫാസ്റ്റായിട്ട് കെയർലെസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരുന്നിട്ടൊന്നല്ല ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. ടൈം പാസ്, ഒരു കെയർലെസ് ആയ രീതിയിലാണ് നമ്മുടെ എല്ലാ പോസ്റ്റുകളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സൂപ്പർഫിഷ്യലി എന്ന് പറഞ്ഞാൽ സർഫസ് മീനിങ് മാത്രം, അല്ലാണ്ട് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് അതിനൊരു അർത്ഥമുണ്ടോ, എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുന്ന ആശയം, ഇതൊന്നും നമുക്ക് നോക്കാൻ ആവശ്യമില്ല. മാക്സിമം ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് നോക്കും, ഏറിപ്പോയാൽ നമ്മൾ എന്തുകൂടെ നോക്കും, അതിൻ്റെ കമൻറ്റ് കൂടെ നോക്കും. അല്ലാതെ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു 10 സെക്കൻഡ് ടൈം നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നില്ല. അടുത്ത സെക്കൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പോസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. The alarm bells have been sounded in the new scholarly article in a journal called First Monday, titled Why Higher Level Reading is Important, which laments the global decline in serious reading and of readers interested in and capable of complex interpretative interaction with text. അപ്പോൾ ഫസ്റ്റ് മൺഡേ എന്ന് പറയുന്ന ജേർണലിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലാണ് പറയുന്നത് വൈ ഹയർ ലെവൽ റീഡിങ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് എന്ത് പറയുന്നു എന്നാണ് പറയുന്നത്, ഈ ഒരു യങ്ങർ ജനറേഷൻ മൊത്തത്തിൽ ഗ്ലോബലി ആഗോളതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ഈ ഒരു സീരിയസ് റീഡിങ് എന്ന് പറയുന്ന കാര്യത്തിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് എന്താണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളുമായിട്ടുള്ളൊരു ബന്ധം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുന്ന ആശയങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊന്നും അവർക്ക് തീരെയില്ല. അവർക്ക് എന്ത് മാത്രമേ വേണ്ടുള്ളൂ, അവർക്ക് ജസ്റ്റ് ആ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള വായനകൾ മാത്രമേ അവരെ ബാധിക്കുന്നുള്ളൂ. ദ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ റിക്വയർഡ് ആൻഡ് പെർപച്വേറ്റഡ് ബൈ ദ ഡിജിറ്റൽ എറ ഹാസ് ലെഡ് ദ scholar authors say to a significant decline of critical and conscious reading, immersive and slow reading, literary reading, non-strategic or non-goal oriented reading and long form reading. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തായി മാറിയിട്ടുണ്ട്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ മാത്രമേ ഉള്ളൂ. ഈ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് അറ്റൻഷൻ കൊടുക്കാനുള്ള ഒരു ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കെയർലെസ് ആയിട്ട് നമ്മുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തേ ആവശ്യമുള്ളൂ, ഷോർട്ട് അറ്റൻഷൻ സ്പാനാണ് ആവശ്യമുള്ളൂ. കാരണം ഒരേ വിഷയത്തിൽ തന്നെ നമുക്ക് കുറച്ചധികം നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരു 1-2 മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റോ ഒരു റീലോ ഒക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ എത്ര വേണം, ഒരു 30 സെക്കൻഡ്. അപ്പോൾ അത്തരത്തിൽ ആ വളരെ കുറച്ച് സെക്കൻഡ് മാത്രമേ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. അടുത്ത സെക്കൻഡ് നമ്മൾ എവിടേക്ക് പോവുകയാണ്, അടുത്ത വിഷയത്തിലേക്ക്, ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത വേറെ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അല്ലാതെ മറിച്ച് നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ജേർണൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ നമുക്ക് മേ ബി ഒരു 10, 15, 20 മിനിറ്റ് ഒന്നിച്ച് ഒരേ സമയം ഒരേ വിഷയത്തിൽ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ശ്രദ്ധ. അപ്പോൾ ആ സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അറ്റൻഷൻ സ്പാന് കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ടൈം നമ്മൾ ഒരേ കാര്യത്തിലേക്ക് അറ്റൻഷൻ കൊടുക്കുകയാണ്. ആ ഒരു രീതി എന്തില്ല, ഇപ്പം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്തായി കഴിഞ്ഞു, ഷോർട്ട് അറ്റൻഷൻ സ്പാനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്,
പണ്ഡിതന്മാരായിട്ടുള്ള ഓഥേഴ്സൊക്കെ പറയുന്ന കാര്യമാണ് പറയുന്നത് ടു എ സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് കോൺഷ്യസ് റീഡിങ്. അപ്പോൾ അത് ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വായനകളെ ഡിക്ലൈൻ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത് ക്രിട്ടിക്കൽ റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം വായിച്ചിട്ട് അതിന് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് എന്ന് പറയാനുള്ള നമ്മുടെ ഒരു കഴിവ് അത് നമുക്ക് ഇല്ലാണ്ടായി. കോൺഷ്യസ് റീഡിങ് നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സിരുത്തി നമ്മൾ വായിക്കില്ലേ, ബോധത്തോടു കൂടെ വായിക്കില്ലേ, ആ സംഭവം നമുക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇമ്മേഴ്സീവ് ആൻഡ് സ്ലോ റീഡിങ്, അതിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള വായന നമുക്കില്ല. മാത്രമല്ല നിർത്തി വായിക്കാം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തി വായിക്കേണ്ടി വരും. നമുക്ക് ഓർമ്മയില്ല, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ നടന്ന ഇൻസിഡൻസിൻ്റെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിർത്തി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനുകൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ സ്ലോ ആയി നിർത്തി വായിച്ച് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള വായനയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ലിറ്റററി റീഡിങ്, സാഹിത്യപരമായിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കുന്നത് അത് നമുക്കില്ല. നോൺ സ്ട്രാറ്റജിക് ഓർ നോൺ ഗോൾ ഓറിയൻറ്റഡ് റീഡിങ്, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എയിം, ഒരു ഗോൾ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം വായിക്കുക, അതും ഇപ്പോൾ ഇല്ലാണ്ടായിട്ടുണ്ട്. ആൻഡ് ലോങ് ഫോം റീഡിങ്, അതേപോലെ തന്നെ ലെങ്ത് ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമ്മളിപ്പോൾ വായിക്കുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ മാത്രമേ കിട്ടുന്നുള്ളൂ. Even audio books, the authors point out, are not the equivalent of reading but a poor substitute for it. ഓഡിയോ ബുക്ക് നമുക്കറിയാം, കഥകളൊക്കെ വായിച്ചു തരുന്ന, നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈറ്റുകളും ആപ്പുകളൊക്കെ ഉണ്ട് അല്ലേ, ഓഡിയോ ബുക്കുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഡിയോ ബുക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയുമ്പോൾ ഇത് എന്താ പറയുക, കഥ വായിക്കുന്നതിനൊക്കെ ഈക്വലൻ്റ് ആണല്ലോ, സെയിം ആണല്ലോ എന്ന് പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല. ഓഡിയോ ബുക്കുകൾ നമുക്ക് എന്താ പറയുക, അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുക പോലും ചെയ്യാത്ത അത്രയും എന്താ പറയുക വളരെ ചെറിയ അല്ലെങ്കിൽ യാതൊരു ഇമ്പോർട്ടൻസും നമ്മുടെ ലൈഫിൽ തരാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യമാണ് ഈ ഓഡിയോ ബുക്സ്. അത് യൂസ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് യാതൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. The scholars identify many psychological processes involved in reading, including motivation and frustration, pleasure and leisure, emotional responses, therapeutic and meditative effects, imagination and mental imagery, creativity and inspiration. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്കോളേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോസസ്സ്, നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ, അതിനൊക്കെ നമ്മുടെ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ വായനയെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പറയുന്നത് മോട്ടിവേഷൻ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ നല്ലൊരു പുസ്തകത്തിന്, നല്ലൊരു ആശയമുള്ള പുസ്തകത്തിന് സാധിക്കും. അതേപോലത്തെ ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും. ചില കഥാപാത്രങ്ങളെ കാണുന്ന സമയത്ത്, അവരുടെ പ്രവൃത്തി കാണുന്ന സമയത്ത്, നമുക്ക് സിനിമയൊക്കെ ചില സമയത്ത് നമുക്ക് കാണുന്ന സമയത്ത് ചില കഥാപാത്രങ്ങളാണ് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നുന്നു, ഒന്നോട്ട് കൊടുക്കാനൊക്കെ തോന്നും ചിലപ്പോൾ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ, ഇതൊക്കെ എന്താ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടുവരാനും ഇത്തരത്തിൽ വായനയ്ക്ക് സാധിക്കും. പ്ലഷർ ആൻഡ് ലീഷർ, ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനും അതേപോലെ ടൈം പാസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇമോഷണൽ റെസ്പോൺസ്, എന്താണോ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ, അത് അതേപടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കും എന്താവും, ഇമോഷണൽ റെസ്പോൺസ്, പല തരത്തിലുള്ള ഇമോഷൻസ് നമുക്ക് ഉണ്ടാവും. തെറാപ്യൂട്ടിക് ആൻഡ് മെഡിറ്റേറ്റീവ് എഫക്ട്സ്, ഒരു തെറാപ്പി പോലെ നമുക്കൊരു ഡിപ്രഷൻ വരുന്ന സമയത്ത്, ഒരു വിഷമം വരുന്ന സമയത്ത്, ഒരു ആങ്സൈറ്റി വരുന്ന സമയത്തൊക്കെ അത്തരത്തിൽ നല്ലൊരു പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തെറാപ്പി കിട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷന് പോയ പോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. പിന്നെ ഇമാജിനേഷൻ ആൻഡ് മെൻ്റൽ ഇമേജറി, ഈ ഒരു വാക്കുകളിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്ത് വരും, ആ ഒരു സീന് നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്, മെൻ്റലി ഒരു ഇമേജ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവും. ഇതിനൊക്കെയും അത് ഹെൽപ്ഫുൾ ആണ്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ, അതേപോലെ തന്നെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാനും സ്വയം ഇൻസ്പയർഡ് ആവാനൊക്കെ വായന നമുക്ക് ഹെൽപ്ഫുൾ ആണ്. In my own asthmatic childhood, reading was my escape, my education and my entertainment. അപ്പോൾ അദ്ദേഹം ആസ്മ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എസ്കേപ്പ് പോലെ, എല്ലാത്തിൽ നിന്നുള്ള ഒരു രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം ഓടി ഒളിച്ചിരുന്നത് പുസ്തകങ്ങളിലേക്കായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും എല്ലാം പുസ്തകങ്ങളായിരുന്നു. I read essentially for pleasure but grew in the process, widened my mental horizons and enhanced my vocabulary. അപ്പോൾ അദ്ദേഹം ആദ്യം എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഈ ബാലരമ കളിക്കുടുകയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ വായിക്കുന്നത് എന്തിനാ, പ്ലഷറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു, വെറുതെ സമയം പോകാനും പ്ലഷർ കിട്ടാൻ വേണ്ടി തന്നെയാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹം അതിൽ സീരിയസ് ആവുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ഒരു വികാസം കുറച്ചുകൂടെ വേഗത്തിലാവുക, കുറച്ചുകൂടെ വൈഡൻ ആവുകയും അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറി ഇൻക്രീസ് ആവുകയും ചെയ്തു. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ വാക്കുകൾ കിട്ടുക.
അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വായനയുള്ള ഒരു വ്യക്തിക്കാണ് അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് നമ്മുടെ വൊക്കാബുലറിയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെയും അദ്ദേഹത്തെ സഹായിച്ചത് പുസ്തകങ്ങളാണ്. ദാറ്റ് സെൻസ് ഓഫ് റീഡിംഗ് ബീങ് ആൻ എൻജോയബിൾ ആക്ടിവിറ്റി വിച്ച് യു ക്യാൻ സ്റ്റിൽ ബെനിഫിറ്റ് ഫ്രം ഈ സാഡ്ലി മിസ്സിംഗ് അമംഗ് മെനി ഓഫ് ടുഡേയ്സ് യങ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇത്രയും ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്ന ആ ഒരു വായന എന്ന് പറയുന്ന ശീലം ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്നും അത് പാടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഐറണിക്കലി ദ ഹയർ ലെവൽ റീഡിംഗ് സ്കിൽസ് ദാറ്റ് ആർ നൗ ഔട്ട് ഓഫ് ഫാഷൻ ആർ all the more essential to negotiate the complexities of 21st century information society. അപ്പോൾ ഇത്തരത്തിലുള്ള ഹയർ ലെവൽ റീഡിംഗ് സ്കില്ല്, അപ്പോൾ നന്നായി ഇരുത്തി ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, അതില്ലാണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കോംപ്ലക്സിറ്റീസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമായിരുന്നു ഈ വായന എന്ന് പറയുന്നത്. ആ ഒരു സൊല്യൂഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വി live in an era of fake news, conspiracy theories, distortions and disinformation, simplifications and outright lies, acidly spread by our rulers to compromise society's capacity for informed democratic decision making. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരുപാട് കാണുന്ന കാര്യങ്ങളാണ് ഫേക്ക് ന്യൂസുകൾ. ഇത് തെറ്റായിട്ടുള്ള ന്യൂസുകൾ, ഒറിജിനൽ ന്യൂസ് ആയിരിക്കും തെറ്റായിട്ടുള്ള ന്യൂസുകൾ, അതേപോലെ തന്നെ കോൺസ്പിറസി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതേപോലെ ഡിസ്റ്റോഷൻസ് എന്ന ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച് കാണിക്കുന്ന വാർത്തകൾ, അതേപോലെ ഇൻഫോർമേഷൻസ്, ശരിക്കുള്ള ഇൻഫോർമേഷൻ അല്ലാതെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് തരിക. പിന്നെ വലിയൊരു പ്രശ്നത്തിനെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുക, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഔട്ട്റൈറ്റ് ലൈസ്, പൊട്ടിമുളച്ച് വരുന്ന നുണകൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയും ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, റൂളേഴ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ ചെയ്യുന്ന വലിയ തെറ്റുകളേനെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു മറ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ വളച്ചൊടിച്ച് നല്ല രീതിയിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വായനയില്ലാത്തൊരു വ്യക്തിക്ക് എന്തിനു സാധിക്കില്ല, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കുന്നില്ല. ശരിക്കും ഒരു ജനാധിപത്യ രാജ്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട രീതിയിൽ എടുക്കാനെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. വി നീഡ് ഓൾ ദ മോർ ടു ബി ഏബിൾ ടു ക്രിട്ടിക്കലി ഇൻ്ററോഗേറ്റ് വാട്ട്സ് അറൗണ്ട് അസ് ആൻഡ് ദാറ്റ് കംസ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ എൻഗേജിങ് വിത്ത് ദ കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഓഫ് ടെക്സ്റ്റ് വി റീഡ്. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ചുറ്റും എന്താണ് നടക്കണേ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം. അത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടിട്ട് മനസ്സിലാക്കാനല്ല പറയണത്, കൃത്യമായിട്ട് അതിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്ന തരത്തിലുള്ള ടെക്സ്റ്റുകൾ നമ്മൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദോസ് ഹു റീഡ് വെരി ലിറ്റിൽ ആർ ദ വൺസ് വൾണറബിൾ ടു മാനിപ്പുലേഷൻ ബൈ ഫോൾസ് ആൻഡ് മോട്ടിവേറ്റഡ് വാട്സ്ആപ്പ് ഫോർവേഡ്സ്. വളരെ കുറച്ച് വായിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്നതെന്നാണ് പറയണം. അതായത് ഒരാൾ നമുക്കൊരു വാട്സ്ആപ്പ് ഫോർവേഡ് അയച്ചു തരാണ്, വാലും തുമ്പും ഇല്ലാത്ത എന്തെങ്കിലും സംഭവം അയച്ചു തരാണ്, അത് സത്യം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അത് കണ്ടു നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല, ന്യൂസ് കാണാൻ പോകുന്നില്ല, പത്രം വായിക്കാൻ പോകുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, അത് വിശ്വസിക്കും. മേ ബി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യം നടന്നിട്ടുണ്ടാവുക. അതേസമയം വായനാശീലമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ ആ വാട്സപ്പ് ഫോർവേഡായിട്ട് വന്നിട്ടുള്ള കാര്യം തെറ്റാണെന്നും യഥാർത്ഥ കാര്യം എന്താണെന്നും നമ്മൾ പിന്നീട് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വായനാശീലമുള്ള ഒരാളാണ് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. The scholar authors conclude that reading skills and practices are the foundation for full participation in the economic, political, communal and cultural life of contemporary society. നമ്മുടെ ഈ സമൂഹത്തിനെ എന്താ പറയുക, സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, സാംസ്കാരികപരമായിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെയും നമ്മുടെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഒരു പങ്കാളിത്തം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കണം, നല്ലൊരു റീഡിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ആസ് മച്ച് ആസ് പേഴ്സണൽ ലിബറേഷൻ, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്, നല്ല വായന ആവശ്യമുണ്ട്. എന്തുപോലെ തന്നെ നമുക്ക് ഫ്രീഡം വേണ്ടതുപോലെ തന്നെ, വിമോചനം വേണ്ടതുപോലെ തന്നെ, ശാക്തീകരണം വേണ്ടതുപോലെ തന്നെ വായനയും നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എ ഹെൽത്തി ഡെമോക്രാറ്റിക് സൊസൈറ്റി ദാറ്റ് റിക്വയർസ് ദ ഇൻഫോംഡ് കൺസെൻസസ് ഓഫ് എ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ഓൾസോ നീഡ്സ് റെസിലിയന്റ് റീഡേഴ്സ്, ദേ ആർഗ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഡെമോക്രാറ്റിക് സൊസൈറ്റിനെ, ആരോഗ്യപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പ്രതിരോധിക്കാനും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, റെസിലിയൻ്റ് ആയിട്ട് അതിനെയൊക്കെ ഒപ്പോസ് ചെയ്ത് നിൽക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള റീഡേഴ്സായിട്ട് നമ്മൾ മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
They call for concerted policies to ensure that future reading education will promote reading habits and practices to match the pivotal role of reading. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോളിസികൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഫ്യൂച്ചർ റീഡിങ് ഭാവിയിൽ ഇനി വരുന്ന ജനറേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ തന്നെ ഭാവിയിലായിക്കോട്ടെ വായനയെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പോളിസീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ദേ വോണ്ട് പോളിസി മേക്കേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഫർദർ റീഡിംഗ് റിസർച്ച്. Poetically and rather dramatically, they quote the line, "War is what happens when language fails." അപ്പോൾ ഒരു കോട്ടാണ് അദ്ദേഹം പറയുന്നത്, "War is what happens when language fails." ഭാഷ തോൽക്കുന്നിടത്ത് യുദ്ധം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. This scholarly white paper has prompted something called the Ljubljana Reading Manifesto, signed by the variety of writers, publishers and readers. The manifesto is a global appeal to promote reading, something I have been doing anyway. അപ്പം അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റീഡിങ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ഒരുപാട് റൈറ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക പബ്ലിഷേഴ്സ് ഉണ്ട്, റീഡേഴ്സ് ഉണ്ട്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായിട്ട് പറയണം. അങ്ങനെ ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്കോളർലി ആർട്ടിക്കിൾ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ദ മാനിഫെസ്റ്റോ ഈസ് എ ഗ്ലോബൽ അപ്പീൽ ടു പ്രൊമോട്ട് റീഡിങ്. ആ ഒരു മാനിഫെസ്റ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഗ്ലോബൽ അപ്പീലാണ്. അതായത് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗോള തലത്തിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത്. സംതിങ് ഐ ഹാവ് ബീൻ ഡൂയിങ് എനിവേ ബൈ റെസ്പോണ്ടിങ് ടു ദ പെരേനിയൽ റിക്വസ്റ്റ് ടു ടീച്ച് ഓഡിയൻസസ് എ ന്യൂ വേർഡ് ബൈ റിപ്ലൈങ് വിത്ത് ആൻ ഓൾഡ് വേർഡ് റീഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ഒരു റിപ്പീറ്റഡ് റിക്വസ്റ്റ് ആണ്. പെരേനിയൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വായന എന്ന് പറയുന്ന ആ ഒരു വാക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതേ ടേം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വായനാശീലത്തിൽ കുറവ് സംഭവിക്കുന്ന തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആഹ്വാനം പോലെയാണ് ആ ഒരു മാനിഫെസ്റ്റോ വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് റിയലി ഡസ് മാറ്റർ. I end the same way the manifesto does, with Margaret Atwood's much quoted warning. അപ്പോൾ അദ്ദേഹം ആ ഒരു മാനിഫെസ്റ്റോ എൻഡ് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയും എൻഡ് ചെയ്യാണ് മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ഒരു കോട്ട് വെച്ചിട്ട്. ഇഫ് ദർ ആർ നോ യങ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ദർ വിൽ ഷോർട്ട്ലി ബി നോ ഓൾഡർ വൺസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ യങ് ആയിട്ടുള്ള റീഡേഴ്സോ റൈറ്റേഴ്സോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയിൽ എന്തുണ്ടാവില്ല, ഓൾഡർ വൺസും ഉണ്ടാവില്ല. കാരണം ഇപ്പം യങ് ആയിട്ടുള്ള ആളുകളാണല്ലോ ഭാവിയിൽ ഓൾഡർ ആവാൻ പോകുന്നത്. അപ്പോൾ വരുന്ന തലമുറയിൽ എന്തുണ്ടാവില്ല, പ്രായമായ ആളുകളിലും എന്തുണ്ടാവില്ല, വായനാശീലം ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടാവില്ല. ലിറ്ററസി വിൽ ബി ഡെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവിടെ സാക്ഷരത എന്ന് പറഞ്ഞത് ഇല്ലാണ്ടാവും. ആൻഡ് ഡെമോക്രസി വിൽ ബി ഡെഡ് ആസ് വെൽ. അതുകൊണ്ട് തന്നെ ഡെമോക്രസിയും ജനാധിപത്യവും എന്ത് ചെയ്യും, ഇല്ലാണ്ടായി പോവും. ഇഫ് യു വോണ്ട് ടു സേവ് ഡെമോക്രസി എൻകറേജ് ദ നെക്സ്റ്റ് ജനറേഷൻ ടു റീഡ്. നിങ്ങൾക്ക് ഡെമോക്രസീനെ രക്ഷിക്കണമെന്നുണ്ടോ, ജനാധിപത്യം വേണമെന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തലമുറയെ എന്ത് ചെയ്യണം, നമ്മൾ വായിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എസ്സേയുടെ അകത്ത് വരുന്നുള്ളൂ. താങ്ക് യു.